is 2630. What is the product of the largest two numbers among them? The product of three prime number is 2630 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ലാർജസ്റ്റ് ഏതാണെന്നല്ലേ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജസ്റ്റ് ടു എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? ആണോ? അതെ. യെസ്. ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാമോ? പ്രൈം നമ്പറിന്റെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഈവൺ നമ്പർ ആണെങ്കിൽ, ഈവൺ നമ്പർ ആണ്, കാരണം 2630 എന്നത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ ആകെയുള്ള ഈവൺ നമ്പർ ഇരട്ട സംഖ്യ 2 ആണ്. പ്രൈം നമ്പറിന്റെ കൂട്ടത്തിലുള്ള ആകെയുള്ള ഈവൺ നമ്പർ 2 ആണ്. അപ്പൊ 2 എന്തായാലും ഇതിൽ ഒരു നമ്പർ ആണെന്ന് മനസ്സിലാക്കുക. കാരണം 2630 എന്ന സംഖ്യ ദാറ്റ് ഇസ് എൻ ഈവൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ 2നെ ബി കൊണ്ടും സി കൊണ്ടും ഗുണിച്ചിട്ടാണ് 2630 കിട്ടിയെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, ബിയും സിയും എന്ന 2 പ്രൈം നമ്പർ തമ്മിൽ ഗുണിച്ചാൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അത് 2630 2 കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. എത്രയാണ്? 2630 പകുതി. അതെത്രയാണ്? 1350. ഒരിക്കൽ കൂടി പറയാം. നമ്മളോടുള്ള ചോദ്യം ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്ന ഹോംവർക്കാണ്. 3 അഭാജ്യ സംഖ്യകളുടെ 3 പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 2630 ആണ്, 2630 ആണ്. എങ്കിൽ അതിൽ ഒരു ചെറിയ പ്രൈം നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഇത് 2630 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്തായാലും ഉണ്ടാവണം. കാരണം 2 ഈസ് ദ ലീസ്റ്റ് പ്രൈം നമ്പർ. അപ്പൊ പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 2 ആണ്. 2 ഈസ് ദ ഓൺലി പ്രൈം നമ്പർ, ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആയ ആകെയുള്ള ഒരു പ്രൈം നമ്പർ 2 ആണ്. മാത്രമല്ല ഏതൊരു സംഖ്യയുടെയും 2 കൊണ്ട് ഗുണിച്ചാൽ അത് ഇരട്ട സംഖ്യയായിരിക്കും. അപ്പൊ 2630 ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് ഒരെണ്ണം 2 ആണ്. മറ്റേത് 2 തമ്മിൽ ഗുണിച്ചാൽ എത്ര നിങ്ങളോട് ചോദിച്ചത്? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 2നെ 1315 കൊണ്ട് ഗുണിച്ചാലാണ് 2630 കിട്ടുക. അപ്പൊ 1315 ആണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? യെസ്. ആരാണ് ഇതെന്ന് വിവരിച്ചു കൊടുക്കുന്നത്? ഈ കൂട്ടത്തിൽ ആർക്കാണ് ഇതൊന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റുക? ഓ, ക്ലിയർ ആയില്ല? പറയൂ. ആരെന്താ പറയാൻ നോക്കിയല്ലോ? ഞാൻ പറയട്ടെ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 3 പ്രൈം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2630 കിട്ടി. എന്നാൽ ആ 3 നമ്പേഴ്സ് ആ 3 നമ്പേഴ്സിൽ ഏറ്റവും ലാർജസ്റ്റ് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് അറിയാൻ വേണ്ടി നമുക്ക് 2630 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ ആ 3 പ്രൈം നമ്പേഴ്സിൽ ഒന്ന് 2 ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. ബാക്കി 2 പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2630 കൂടെ 2 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 1050 കിട്ടുന്നു. ഈ പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ദ പ്രൊഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പർ ഈസ് A into B into C, 3 prime numbers. The product is 154. ഇതിലെ ഈ 3 പ്രൈം നമ്പർ ഏതൊക്കെയാ? ഇവിടെ 5ാം ക്ലാസ്സിലെ, 6ാം ക്ലാസ്സിലെ, 7ാം ക്ലാസ്സിലെ, 8ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതിന് മറുപടി പറയേണ്ടതാണ് ഈ ചോദ്യത്തിന്. ഇതൊരു പ്രത്യേക ക്ലാസ്സിലേക്കുള്ള ചോദ്യം ഒന്നല്ല. സ്കോളർഷിപ്പിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ചോദ്യങ്ങളൊന്നുമില്ല. 5ാം ക്ലാസ്സിലെ ചോദ്യമാണിത്. പ്രൈം നമ്പർ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. പുതിയ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നലെ മുതൽ ടീച്ചേഴ്സിന് കോഴ്സ് തുടങ്ങി. ആ കോഴ്സ് തുടങ്ങിയ സമയത്ത് നമുക്ക് കിട്ടിയ വിവരം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 7ാം ക്ലാസ്സിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്ക് ലൈൻ ആൻഡ് പാരലൽ ലൈൻ, ആംഗിൾ,
എന്നുള്ള രീതിയിൽ ജോമെട്രിയാണ് ആദ്യത്തെ സംഭവം വരുന്നത്. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും വരുന്ന ഓരോ ആദ്യത്തെ വോള്യത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. 1-2 കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. നാളെ വൈകിട്ട് 7:30 മണിക്ക് USSന് മാത്രമുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആയിരിക്കും. NMOSന്റെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നതെങ്കിൽ നാളെ വൈകിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ USSന്റെ ഗ്രൂപ്പിൽ ബെല്ലിയ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ബെല്ലിയ ഇല്ലാന്ന് തോന്നുന്നു. ശരി, നാളെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് USSന്റെയും LSSന്റെയും പ്രത്യേക ലിങ്കുകൾ വേറെ വരും. അപ്പോൾ അതാത് കുട്ടികൾ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ ഇന്നിപ്പോ ഒന്നിച്ചാണ് കുട്ടികൾ ഉള്ളത്. അതിൽ 40ഓളം NMOS കുട്ടികളാണ്, ബാക്കി USS LSS കുട്ടികളാണ്. അവർക്കുള്ള പ്രത്യേക ഗ്രൂപ്പുകൾ ഇനി വരാൻ പോവുകയാണ്, ക്ലാസ്സുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് ആ ലിങ്കിലേക്ക് കയറിയാൽ മതി. ഇതിൽ നിന്ന് ലീവ് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയമായിട്ട് നേരിട്ട് തന്നെ വിളിച്ചാൽ മതി. ശരി, ഇവിടെ ഒന്ന് ഇംഗ്ലീഷ് വെർഷൻ ഒന്ന് വായിക്കാൻ പറ്റുമോ? ഈ 154 ആണോ അല്ല ഇതാണോ? 154 ആണോ? ഈ 2630 ആണോ? ചോദ്യം ഇതാണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. എന്താ പേരെന്താ? കുട്ടിയുടെ പേരെന്താ? പാർവതി. പാർവതി ഏത് സ്കൂളാ? മേമുണ്ട. ധ്യാൻ ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കും മോളെ. ധ്യാന പോയോ? ധ്യാന ഓൺലൈൻ ഇല്ലേ? സ്വന്തം അവർക്ക് വായിച്ചെടുക്കും. ഒരാൾ ചോദ്യം ഒന്ന് വായിച്ചെടുക്കൂ. The product of 3 prime numbers is 2630. What is the product of largest 2 number among them? പാർവതിക്ക് ചോദ്യം മനസ്സിലായോ? Yes sir. അതാണ് ചോദ്യം. അതായത് the product of 3 prime number is 2630. What is the product of the largest 2 prime numbers എന്നാണ് ചോദ്യം. അതിലേറ്റ സ്മോളസ്റ്റ് 2 ആയിരിക്കും. Because this 2630 is an even number. അതുകൊണ്ട് ഒരെണ്ണം 2 നമുക്ക് എന്തായാലും അതുകൊണ്ട് അറിയാൻ പറ്റും. ബാക്കിയുള്ള രണ്ടും തമ്മിൽ ഗുണിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ പകുതിയായിരിക്കും. 1315 ആയിരിക്കും. 1315 കൊണ്ട് ഗുണിച്ചാലല്ലേ ഇത് കിട്ടുക. പാർവതിക്ക് കാര്യം പിടി കിട്ടിയോ? കിട്ടി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക. ഈ ചോദ്യങ്ങളാണ് നിങ്ങൾ സ്വയം ആലോചിച്ച് കണ്ടെത്തേണ്ടത്. ഈ ചോദ്യം ശ്രദ്ധിക്കാം. ഈ ധ്യാനം ഇരുന്ന് പോയോ? ഇല്ല സർ, നെറ്റ് ഇഷ്യൂ വന്നപ്പോൾ വന്ന സമയത്ത്. ശരി, നേരത്തെ അവൻ വിളിച്ചായിരുന്നു. ശരി, ഇവിടെ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. 3 പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 154, 154. ഈ 3 പ്രൈം നമ്പേഴ്സിന്റെയും 154 ഗുണനഫലമെങ്കിൽ ഇതിൽ ഓരോ പ്രൈം നമ്പറും എത്രയായിരിക്കും? നിങ്ങൾ പറ. എത്രയാ? 2 7 11. 2 7 11. അത് എങ്ങനെ കിട്ടി? അത് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും 2 ഒരു പ്രൈം നമ്പർ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് 154 is an even number. അതുകൊണ്ട് ഒരെണ്ണം എന്തായാലും 2 ആയിരിക്കും. ഈ 2നെ 77 കൊണ്ട് ഗുണിച്ചാലാണ് 154 കിട്ടുക. ഈ 77 പ്രൈം നമ്പർ ഒന്നല്ല. പക്ഷേ 77 2 പ്രൈം നമ്പറിന്റെ ഗുണനഫലമായിട്ട് എഴുതാൻ നമ്മളെ മനസ്സിൽ വരണ പെട്ടെന്ന് തന്നെ 11നെ 7 കൊണ്ട് ഗുണിച്ചാലാണ് കിട്ടുക. ഈ 11 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. അപ്പൊ 2 × 11 × 7 അത് ചെയ്താൽ നിങ്ങൾക്ക് 184 കിട്ടും. ആ 3 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 11 7. ഇത് മനസ്സിലാകാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കാരണം ഞാൻ ഇത് പറയാൻ കാരണം 5ലെയും 6ലെയും കുട്ടികൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കുള്ള ക്ലാസ്സുകൾ, അവർക്കുള്ള ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളുടെ അതിൽ ഈ NMOSയുടെ കുട്ടികൾ കയറണമെന്നില്ല. പക്ഷേ അവരുടെ ക്ലാസ് നടക്കുന്ന വിവരമൊക്കെ നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് വരികയും ചെയ്യും.
കാരണം ചില കുട്ടികൾക്ക് ചിലപ്പോൾ അതും കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കും. 5ൽ എന്താണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ 6ൽ എന്താണ് കിട്ടേണ്ടത് അതറിയാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർ അതിൽ കയറുന്നതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് അവരുടെ ക്ലാസ്സുകളാണ് 7:30 മണിക്ക്. അതൊക്കെ ഞാൻ ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഗ്രൂപ്പിലൂടെ വിവരം അറിയിക്കുന്നുണ്ട്. ഇപ്പം ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് 5ലെയും 6ലെയും 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് മാറാത്തുള്ളൂ. ഈ 5ലെയും 6ലെയും ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. അപ്പോൾ അതിൽ 7ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് വോള്യത്തിൽ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് ചെറിയ മാറ്റങ്ങളുണ്ട്. 6ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും ചില സാധനങ്ങൾ എടുത്തിട്ട് എവിടെ കൊടുത്തിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്കൂൾ തുറന്നാൽ ബോധ്യപ്പെടും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ ബോധ്യപ്പെടും. ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാക്കി മുന്നോട്ട് വരിക. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരു ഗ്രൂപ്പിലാക്കിയത്. ഇപ്പോൾ രക്ഷിതാക്കൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഗ്രൂപ്പിൽ ഒന്നിച്ച് വന്നെന്നുള്ള ധാരണകളുണ്ടായ പറയാൻ കാരണം ടെക്സ്റ്റ് ബുക്ക് വന്നാലാണ് ഇവർക്ക് അതിനനുസരിച്ച് ഏതൊക്കെ കിട്ടണമെന്നുള്ള പറയാൻ പറ്റും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പം ശരി, നമുക്ക് ഇന്ന് 2-3 ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് തുടങ്ങാം. ചോദ്യം നമുക്ക് ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചോദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആരാ ടൈപ്പ് ചെയ്ത് കൊടുക്കുക? ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരും. ഹോസ്റ്റായ കുട്ടികൾ ആരും ഇല്ലേ ഇതിൽ? ഹലോ, ആര്? പേര് പറയും. ഞാനിവിടെ 4 ഓപ്ഷൻ തരും. 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാം. പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ എങ്ങനെ എന്തുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ പറയണം. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 വിത്ത് നോ ഓഡ് ഡിജിറ്റ്സ്? ചോദ്യം, വിച്ച് ഇസ് ദ smallest multiple of 9 with no odd digits? ഈ ചോദ്യം വേറെ തരത്തിൽ ഉദ്ദേശിക്കാം. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 വിത്ത് ഓൾ ഈവൻ ഡിജിറ്റ്സ് എന്ന് ചോദിക്കാം. മലയാളം വേണോ? നിങ്ങൾ അത് പറഞ്ഞാലാണ് എനിക്ക് പറയാൻ പറ്റുക. അതുകൊണ്ട് പറയാം, മലയാളം ആണെങ്കിൽ മലയാളം വേണമെന്ന് പറയണം. ശരി, ഇതിന്റെ മലയാളം ഇതാണ്. 9ന്റെ ഗുണിതത്തിൽ എല്ലാം ഇരട്ട അക്കങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 9ന്റെ മൾട്ടിപ്പിളിൽ എല്ലാം ഇരട്ട അക്കങ്ങൾ വരുന്ന, നമുക്കറിയാലോ ഇരട്ട അക്കങ്ങൾ 2, 4, 6 ഇതൊക്കെയാണല്ലോ. അപ്പൊ ഇരട്ട സംഖ്യകൾ വരുന്ന ഏറ്റവും ചെറിയ ഗുണിതം ഏതാണ് 9ന്റെ ഗുണിതത്തിൽ എന്നാണ് ചോദ്യം. ആൻസർ കമന്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ അതിന് ഓപ്ഷൻ തരാം. അപ്പം ഇരട്ട സംഖ്യകളായ 4 ഓപ്ഷൻ തരാം. 246 ആണോ, 488 ആണോ, 288 ആണോ, 444 ആണോ? These are the option. Option A, option B, option C, option D. Type ചെയ്യാം. സർ ഓപ്ഷൻ സി ആണോ? ഏതാണ് ഓപ്ഷൻ സി? 288. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? 288 തന്നെ പറയുന്നത്. ആ, എല്ലാരും അതെ, എല്ലാ കുട്ടികളും അതിനാ പറയുന്നത്. ആണോ? അതെ സർ, എല്ലാരും അതിനെ പറയുന്നത്. ശരി, 288 is the right answer. ഇത് എന്താണ്
ഈ 288 സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഡിജിറ്റൽ റൂട്ട് 288 ഡിജിറ്റൽ റൂട്ട് അതല്ല ഞാൻ ചോദിച്ചത്. ഈ 288 സെലക്ട് ചെയ്യാൻ എന്തുകൊണ്ട് കാരണം, അത് വിശദീകരണം വേണമെങ്കിൽ, എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. വേണം? ശരി. അപ്പൊ നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. 1 into 9 that is 9. 2 into 9 that is എന്താ 2 into 9 18 ആണ്. 3 into 9 27 ആണ്. 4 into 9 36 ആണ്. 5 into 9 that is 45 ആണ്. ഈ 9ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ ആദ്യത്തെ കുറേ മൾട്ടിപ്പിൾ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ വ്യക്തമാകും. ഒരെണ്ണമെങ്കിലും ഓഡ് നമ്പർ ഉണ്ടാവും. ഇവിടെ 9 ഓഡ് നമ്പർ, 1 ഓഡ് നമ്പർ, 7 ഓഡ് നമ്പർ, 3 ഓഡ് നമ്പർ, 5 ഓഡ് നമ്പർ. ഇനി 6 into 9 എത്രയാണ്? 54. 54 ഏതാണ് ഓഡ് നമ്പർ? 5. ഇനി 7 into 9 എത്രയാണ്? 63 ഏതാണ് ഓഡ് നമ്പർ? 3. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഈ 9ന്റെ എല്ലാ മൾട്ടിപ്പിളും മുന്നോട്ട് പോയാൽ കൂട്ടിയാൽ 9 കിട്ടും, അത് വേറെ കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. 9ന്റെ മൾട്ടിപ്പിൾ തുടർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും ഓഡ് നമ്പർ നിങ്ങൾ കാണാതിരിക്കില്ല. പക്ഷേ അത് 30 into 9 വരെ നിങ്ങൾ ചെയ്തു നോക്കൂ. ഇത് 9 27 270, അവിടെ 7 ഓഡ് നമ്പർ. 31 into 9 നിങ്ങൾ ചെയ്തു നോക്കൂ, 279 ആണ്, അവിടെ 2 ഓഡ് നമ്പർ വന്നു. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നമ്മളോടുള്ള ചോദ്യം എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന, ഓഡ് നമ്പർ ഒറ്റയും വരാത്ത 9ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാണെന്ന് ചോദ്യം. ഇനി 32 into 9 നിങ്ങൾ ചെയ്താൽ അത് 288 ആണ്. 2 ഓഡ് നമ്പർ 2 ഈവൻ നമ്പർ, 8 ഈവൻ നമ്പർ, 8 ഈവൻ നമ്പർ. അപ്പൊ എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന ആദ്യത്തെ 9ന്റെ മൾട്ടിപ്പിൾ എന്ന ബഹുമതി കിട്ടിയത് 288നാണ്. അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. Which is the smallest multiple of 9 with no odd digits? ഓഡ് ഡിജിറ്റ്സ് വരാത്ത 9ന്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഇതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ഏതാണ് 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പരിശോധിച്ചാൽ മതി. 9ന്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാൻ ഇതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇതിന്റെ ഡിജിറ്റൽ റൂട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടാൽ മതി. 6 4 10 2 12. 12 9ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പൊ ഇതും 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 8 4 12, 8 20. 20 ഒരിക്കലും 9ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പൊ അതും പോയി. അതേ സമയത്ത് 8 2 10 8 18. ഈ 18 8 ഒന്ന് കൂട്ടിയാൽ 9 ആണ്. 18 തന്നെ 9ന്റെ മൾട്ടിപ്പിളും ആണ്, അപ്പൊ ഇതാണ് ശരി. ഇവിടെ 4 3 12. 12 9ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പൊ ഇതും അല്ല. അപ്പൊ ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ ആയ സംഖ്യ ഏത് എന്ന് ചോദിക്കുന്നതിന് പകരമാണ് ഇവർ ഈ ഒരു ചോദ്യം ചോദിച്ചത്. കാരണം സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 വിത്ത് നോ ഓഡ് ഡിജിറ്റ്സ് എന്ന് ചോദിക്കുന്നത് ഈ രീതിയിലാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? യെസ്. അതൊന്ന് പറഞ്ഞു കൊടുക്കൂ ധ്യാന. അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഒരു കുട്ടിക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹലോ, ഇല്ല. ശരി, ഏതായാലും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണോ നിങ്ങൾ? അടുത്ത ചോദ്യം തരട്ടെ. എന്താണ് ആരും മിണ്ടാത്തത്? മൈക്ക് ഓണാണല്ലോ. എത്ര കുട്ടികൾ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്? 29. ഓക്കെ, ശരി. 29 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാ തരുന്നു. ഇവിടെ വേറൊരു തരത്തിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. ചോദ്യം ഒരാൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
ബോർഡുമ്പോൾ ഞാൻ ഷോർട്ടായിട്ട് എഴുതാം. ആരാ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്? Which of the following can be the difference between a 3-digit number and the sum of it is a 3-digit number. ഇതിന് മലയാളം വേണോ? വേണം. And its which of the following a 3-digit number and the sum of its digits and the sum of ബോർഡിൽ എഴുതണോ? മലയാളം ബോർഡിൽ എഴുതണോ? താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു മൂന്നക്ക സംഖ്യയിൽ നിന്നും അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ചു കിട്ടുന്നത്? ആ ചോദ്യം ഒന്ന് വായിച്ച് ധ്യാന. Which of the following can be the difference between a 3-digit number and the sum of its digit? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു മൂന്നക്ക സംഖ്യയിൽ നിന്നും അതിന്റെ അക്കങ്ങളുടെ തുക കുറച്ച് കിട്ടുന്നത്? അതിൽ ഓപ്ഷൻസ് 568, 645, 736, 819. ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. 568, 645, 736, 819. ആർക്കെങ്കിലും ആൻസർ കിട്ടിയെങ്കിൽ കമന്റ് ചെയ്യാം. സർ കമന്റ് ചെയ്തേ. ആര്? ആരിസ്ഥാനെ വേറെ ആരെയും കമന്റ് ചെയ്തോ മോനെ? ഇല്ല. നോക്കട്ടെ എത്ര കുട്ടികൾ വരും നോക്കട്ടെ. എത്രയാ ചെയ്തിരിക്കുന്നത്? 819 എന്നുള്ള ആൻസർ ശരിയാണ്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 819 സെലക്ട് ചെയ്യാനുള്ള കാരണം? ഒരു മൂന്നക്ക സംഖ്യയും അതിന്റെ സമ്മിന്റെ ഡിഫറൻസ് ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് മൂന്നക്ക സംഖ്യക്ക് മാത്രമാണോ ബാധകം? പ്രസ്ഥാന ഒരു രണ്ടക്ക സംഖ്യ പറ ഏതെങ്കിലും. 89. 8ഉം 8ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 9ഉം 8ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 17. 89 17 മൈനസ് ചെയ്താൽ എത്രയാണ്? ഒന്നോ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകായിരുന്നു. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കല്ലേ. 72. ഈ 72 9ന്റെ മൾട്ടിപ്പിൾ ആണോ? യെസ് ശരിയാണ്. 7 2 9 ആണ്. ശരിയാണ്. അപ്പൊ രണ്ടക്ക സംഖ്യക്കും അത് ബാധകമാണ് തിരിഞ്ഞു. ഇനി മൂന്നക്ക സംഖ്യ ഏതെങ്കിലും ഒന്ന് പറയൂ. 7 8 5 ഇത് തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 20.
ഈ മുഹമ്മദ് റസ്താൻ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. എന്ത് അവസരത്തിൽ വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും കുട്ടി വേറെ ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വരൂ. ഇത് തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 20 ആണ്. ഈ അതിന്റെ മുൻപായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 785 9ന്റെ മൾട്ടിപ്പിൾ ആണോ? 785 എന്ന സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് എന്റെ ചോദ്യം. അല്ല. അതെന്തുകൊണ്ട്? സം ഓഫ് ഡിജിറ്റ്സ് 20 ആണ് കിട്ടുന്നത്. 20 9ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. ഇനി അടുത്ത ചോദ്യം. ഈ 785 അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് നിങ്ങൾ പറയുന്നത് പോലെ 20 കിട്ടി. ആ 20 ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കൂ. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആയിക്കോളൂ. 5 6 7 ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതെന്തുകൊണ്ട്? കാരണം എന്തുകൊണ്ട് അത് പറയൂ. എന്തുകൊണ്ട്? 7 6 13 5 18 സമം 18 ആണ്. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഇനി ഒരു 4 അക്ക സംഖ്യ പറയൂ. 1 2 3 4 4 അക്ക സംഖ്യ ചെറുതെടുത്തു. ഈ 4 അക്ക സംഖ്യ ഇതിപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം ഇത് കൂട്ടിയാൽ 10 കിട്ടുക. പക്ഷേ ഇതിന്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 4 3 7 3 10 കിട്ടും. അത് നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് 9ന്റെ മൾട്ടിപ്പിൾ ആയിക്കോളൂ. 4 2 2 1 ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആയി. എന്തുകൊണ്ട്? 2 1 3 2 5 4 9 കിട്ടും. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഹരിച്ച് നോക്കാം 9 കൊണ്ട്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? എങ്ങനെയാണ് ഇത് വിശദീകരണം കൊടുക്കുക? ധ്യാന അത് ആർക്കെങ്കിലും ഇതിന്റെ ഒരു വിശദീകരണം, ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ 9ന്റെ മൾട്ടിപ്പിൾ ഈ രീതിയിലുള്ള പ്രത്യേകത നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവരിക്കാൻ പറ്റുമോ? പറയൂ. ആരാണ്? പേര് പറയൂ. പറയൂ. എങ്ങനെയാ? ഒരു നമ്പർ തന്നെ അത് 9ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അത് 9ന്റെ മൾട്ടിപ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് കണ്ട് ആ സം ഓഫ് ഡിജിറ്റ് ആ നമ്പറിൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ നമുക്കൊരു 9ന്റെ മൾട്ടിപ്പിൾ കിട്ടും. കുറച്ചുകൂടി നല്ല ഭാഷയിൽ ആർക്ക് പറയാം? ഏതൊരു സംഖ്യയുടെയും അത് 2 അക്ക ആയിക്കോട്ടെ 3 അക്ക ആയിക്കോട്ടെ ഏത് മണായിക്കോട്ടെ ഏതൊരു സംഖ്യയിൽ നിന്നും അതിന്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത് എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നുകൂടി പറയാം. ഏതൊരു സംഖ്യയിൽ നിന്നും അത് 2 അക്കമാകാം 3 അക്കമാകാം എത്ര അക്കമാകാം ആ സംഖ്യയിൽ നിന്ന് അക്കങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും the difference of ബാക്കി നിങ്ങൾ ഫിൽ ചെയ്തു. the difference of a number and its sum of digits will always be the multiple of 9. ഞാൻ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അത് നല്ലൊരു പോയിന്റ് ആണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് എഴുതി കൊടുക്കും. മലയാളം പറയാം. മലയാളം വേർഷൻ ഇതാണ്. ഏതൊരു സംഖ്യയിൽ നിന്നും അതിന്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത് എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പം 71 എന്ന സംഖ്യ ഇപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 7 1 കൂടി കൂട്ടിയാൽ കിട്ടുന്ന 8 ഇതിൽ നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 63. അത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതൊരു സംഖ്യയുടെയും അക്കങ്ങളുടെ തുക സംഖ്യയിൽ നിന്ന് ഉള്ള വ്യത്യാസവും എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. The difference of a number and its sum of digits always be the multiple of 9. ഈ രണ്ട് കാര്യങ്ങളും ഒരാൾ ഇംഗ്ലീഷ് മീഡിയത്തിലും ഒരാൾ മലയാളം മീഡിയത്തിലും എഴുതി കൊടുക്കാമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാമോ? ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വായിക്കണേ.
ഞാൻ ടൈപ്പ് ചെയ്തത് വായിക്കണേ മോളെ. Yes, sir. വായിച്ചോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചോളൂ. ആ സംഭവം നിങ്ങൾ എഴുതുമ്പോൾ ഒരു ചെറിയ പെട്ടിയിൽ എഴുതുന്നത് റെഡ് ഇങ്ക് കൊണ്ട് ബോർഡർ കൊടുത്തിട്ട് വേണം എഴുതാൻ. എന്താണ് ആ പെട്ടിയിൽ എഴുതേണ്ട കാര്യം? ബോർഡ് കാണുന്നുണ്ടോ ധ്യാന? Yes, sir. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചു കൊടുക്കാമോ ഇപ്പൊ എഴുതിയ എന്താ കാര്യം? Okay, sir. When you subtract the sum of digits of a number from the number itself, it gives the multiple of 9. മലയാളം മീഡിയക്കാരൊന്ന് വായിച്ചേ. മലയാളം മീഡിയക്കാർ എന്താ എഴുതിയത് പറയൂ. ഏതൊരു സംഖ്യയിൽ നിന്നും അക്കങ്ങളുടെ തുക കുറച്ചാൽ 9ന്റെ ഗുണിതങ്ങളായിരിക്കും. അത് വളരെ സിമ്പിൾ അല്ലേ അത്? അതുപോലെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാലോ. ദ ഡിഫറൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഈസ് സം ഓഫ് ഡിജിറ്റ്സ് ഓൾവേസ് ബി ദ മൾട്ടിപ്പിൾ ഓഫ് 9. അങ്ങനെ എഴുതിയാൽ പോരെ ധ്യാനം? Okay, sir. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കൊടുത്തേക്ക്. ദ ഡിഫറൻസ് of the sum of digits of a number and the number will always be a multiple of 9. Okay? സാർ ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ഒരു ചിത്രത്തിലേക്ക് പോയാലോ. അടുത്തൊരു ചിത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പിന്നെ ഈ കണക്കിൻ്റെ ക്ലാസ്സിൽ എപ്പോഴും സ്കെയിലും പെൻസിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇന്നത്തെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ USS മാത്രമുള്ള, അതിൽ ഞാൻ 5ലെയും 6ലെയും കുട്ടിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നു. അതിൽ 8ാം ക്ലാസ്സിലെ കുട്ടികൾ അതിൽ കയറണമെന്നില്ല. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് അവർ കയറുക. അവർക്കുള്ള ക്ലാസ്സുകളുടെ വിവരങ്ങളൊക്കെ ആ ഗ്രൂപ്പിലൂടെ വിവരം തരും. നിങ്ങൾക്ക് അല്ലാത്ത കുട്ടികൾക്കും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും അതൊന്നും അറിയണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ USS എഴുതാത്തവർക്ക് ഉണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവർക്കും അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. എന്തായാലും എല്ലാം ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ കണക്കിന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ഒരു ചെറിയ ചിത്രം വരയ്ക്കാം. ചിത്രം റെക്റ്റാങ്കിൾ ആണ്, ദീർഘചതുരമാണ്. അതൊന്ന് വരച്ചോളൂ. ഓക്കെയാണോ എല്ലാവരും? Yes, sir. യെസ്. കഴിഞ്ഞ ഹോംവർക്കിലൊന്നും സംശയമില്ലാതെ കഴിഞ്ഞില്ല. നമ്മൾ ഹോംവർക്കൊക്കെ ചെയ്തില്ലേ? Sir, second homework ചെയ്തിട്ടല്ലോ. സെക്കൻഡ് ഹോംവർക്ക് ഒന്ന് പറഞ്ഞോളൂ, അതും കൂടി ചെയ്തു തരാൻ പറയൂ. 1 added to the product of two consecutive odd numbers gives 400. Write the numbers. ഇത് ഈസിയാണ്. ഈ മോള് 2 അല്ലെങ്കിൽ ഞാൻ വേറെ കുട്ടീനോട് ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും ഒരു കുട്ടി 2 തുടർച്ചയായ ഓഡ് നമ്പർ പറയൂ. 3, 5. 3, 5. ഓക്കെ. ഈ 3ഉം 5ഉം 2 തുടർച്ചയായ ഓഡ് നമ്പേഴ്സ് ആണ്. ആ പറഞ്ഞ കുട്ടി തന്നെ 3നെ 5 കൊണ്ടൊന്ന് ഗുണിച്ച് 15. ആ 15ന്റെ കൂടെ ഒന്നൊന്ന് കൂട്ടിക്ക് 16. 16 ഏത് സംഖ്യയുടെ സ്ക്വയറാ? 4. ഈ 4 ഈ 4ന്റെയും 5ന്റെയും ഇടയിലുള്ള സംഖ്യയല്ലേ? അപ്പൊ 4ന്റെ സ്ക്വയർ അല്ലേ ഇത്? അപ്പൊ ഞാൻ ഒരു ചോദ്യം മോനോട് ചോദിക്കട്ടെ. ഈ 3ഉം 5ഉം ഞാൻ തരുന്നില്ല,
എന്താ മോന്റെ പേര്? മുഹമ്മദ് റസ്ദാൻ. മുഹമ്മദ് റസ്താനോടാണ് എന്റെ ചോദ്യം. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ് ബോയ്സ്. സെന്റ് ജോസഫ് ബോയ്സിലെ മുഹമ്മദ് റസ്താനോട് എന്റെ ചോദ്യം ഇതാണ്. One added to the product of two consecutive odd number, we get 16. What are the odd numbers? 3 and 5. അതെങ്ങനെയാ കിട്ടുക? 3ഉം 5ഉം ഞാൻ തരുന്നില്ല, 15 ഒന്നും തരുന്നില്ല. എന്താ ചെയ്യാ? 16ന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് അതിന്റെ അപ്പുറത്ത് അതാണ് 16ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു 4. ആ 4 ആയിരിക്കും മിഡിൽ നമ്പർ. അതിന്റെ തൊട്ടപ്പുറത്തെ 3 ഓഡ് നമ്പർ, അതിന്റെ തൊട്ടപ്പുറത്തെ 5 ഓഡ് നമ്പർ. 3 × 5 15ന്റെ കൂടെ 1 കൂട്ടി 16. ഇനി മുഹമ്മദ് റസ്താൻ അവിടെ നിൽക്കട്ടെ, വേറൊരു കുട്ടി മുന്നോട്ട് പോവാം. ശരിയത്തില്ല പറഞ്ഞോളൂ. പുതിയ പുതിയ കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വരണം, നല്ല രസമുണ്ട്. അതുകൊണ്ടാ ഋതുദേവ് കേൾക്കാമോ? അതൊക്കെ തരാം, ഇപ്പൊ തരാം. അത് ധ്യാന അവിടുന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. ധ്യാന ഇപ്പൊ അതിന്റെ ഡ്യൂട്ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഋതുദേവ് എന്നല്ലേ പേര്? ഋതുദേവേ, വേറെ 2 ഓഡ് നമ്പേഴ്സ് പറയൂ, കോൺസിക്യൂട്ടീവ്. 7, 9 പോകല്ലേ. 7നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 7നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ 19. 60. ആ കുട്ടി എന്ന് പറയട്ടെ. ഒരു മിനിറ്റ്. ഹലോ, ആരാണ് ധ്യാന അവിടുന്ന് വേറെ സംസാരിക്കുന്നത്? ശരി, മ്യൂട്ട് ചെയ്യണം. 7നെ 9, ആ കുട്ടിയെ പറയട്ടെ. 7ഉം 9 പറഞ്ഞ അതേ കുട്ടി പറയട്ടെ. 7നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 63. 63നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 64. ഞാൻ മോനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 7നെയും 9നെയും മറച്ചടപ്പിടിച്ചു. 1 added to the product of two consecutive odd number, we get 64. What are the odd numbers? 64ന്റെ സ്ക്വയർ റൂട്ട് കാണുന്നു. എത്ര? 8. ആ 8ൽ നിന്ന് 1 കുറയ്ക്കുന്നു 7. 8നോട് 1 കൂട്ടുന്നു 9. കറക്റ്റ് അല്ലേ? അല്ലേ? ആണോ? യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പറയണം. ഞാനിവിടെ എഴുതി കാണിക്കും. ഞാനിവിടെ എന്റെ മോഡൽ എഴുതി കാണിക്കും. അതിന്റെ വിവരണം നിങ്ങൾ പറയണം. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ 3നെ 5 കൊണ്ട് ഗുണിച്ചു, 15 കിട്ടി. 1 കൂട്ടിയപ്പോൾ 16 കിട്ടി. ആ 16ന്റെ സ്ക്വയർ റൂട്ടായ 4 ആണ് മിഡിൽ നമ്പർ 1. അപ്പൊ ഇവിടെ നേരത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. 1 added to the product of two consecutive odd number is 400. നിങ്ങൾ എന്താ ചെയ്യുക? ആ 400ന്റെ സ്ക്വയർ റൂട്ട് കാണണ്ടേ? എത്രയാണ്? 20. നമ്മളോട് ഓഡ് നമ്പർ ആണ് ചോദിച്ചത്. 20ന്റെ തൊട്ടിപ്പുറത്താരാണ്? 90. 90ന്റെ തൊട്ടപ്പുറത്ത്, 20യുടെ തൊട്ടപ്പുറത്താരാണ്? 21. ഇനി നിങ്ങളുടെ മറ്റൊരു ചോദ്യം, പെട്ടെന്ന് ഉത്തരം പറയണം. ഈ 19നെ 21 കൊണ്ട് ഗുണിച്ചാൽ ശരിക്കും എത്രയായിരിക്കും? 399 ആയിരിക്കും. കാരണം ഇതിൽ നിന്ന് 1 കുറച്ച് തന്നെ മതി. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ പ്രശ്നം ധ്യാന എങ്ങനെ നമുക്ക് ഒരു നിയമമായിട്ട് ഇവർക്ക് എഴുതി കൊടുക്കാൻ പറ്റും? ഈ പ്രശ്നം നമുക്ക് എങ്ങനെ ഇവർക്ക് നിയമമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും? 1 added the product of two consecutive odd numbers and the even number in the middle of those odd numbers will be the same. Okay. അവിടുന്ന് അപ്പുറത്ത് പടകം പൊട്ടുന്നുണ്ട് കേട്ടോ. ധ്യാന പടകം പൊട്ടുന്ന
പൊട്ടുന്ന ഒച്ച കേട്ടില്ലേ? മലയാളം മലയാളം ഇംഗ്ലീഷൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. പടക്കം പൊട്ടുന്ന ഒച്ച കേട്ടോ ധ്യാന? ആ സൗണ്ട് ആ കേൾക്കുന്നു. പടക്കം പൊട്ടുന്ന. ശരി, ഇവിടെ ഇത് വേറെ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. തുടർച്ചയായ രണ്ട് ഓഡ് നമ്പറിന്റെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ എപ്പോഴും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും, വർഗസംഖ്യ ആയിരിക്കും. The product of two consecutive odd number plus 1 will get a square number. ആ സ്ക്വയർ നമ്പർ ഇതിന്റെ മിഡിലെ സ്ക്വയർ നമ്പർ ആയിരിക്കും. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളോട് ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ എപ്പോഴും ഒരു വർഗസംഖ്യയായിരിക്കും. ഇനി ഇരട്ട സംഖ്യയുടെ കാര്യം എടുത്തോ. 2 കഴിഞ്ഞാൽ അടുത്ത ഇരട്ട സംഖ്യ 4 ആണ്. 4നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 8 ആണ്. 8ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 9. ആ 9 എന്നുള്ളത് ഏത് സംഖ്യയുടെ വർഗമാണ്? 3ന്റെ. ആ 3 എവിടെയുള്ള സംഖ്യയാണ്? 2ന്റെയും 4ന്റെയും ഇടയിലുള്ള സംഖ്യ. ഇനി 4 കഴിഞ്ഞാൽ അടുത്ത ഇരട്ട സംഖ്യ 6 ആണ്. 4നെ 6 കൊണ്ട് ഗുണിച്ചാൽ 24 ആണ്. 24ന്റെ 1 കൂട്ടിയാൽ 25 ആണ്. ഈ 25 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ്? 5. 5ന്റെ സ്ക്വയർ ആണ്. ആ 5 എവിടെയുള്ള ആളാണ്? ഏതിന്റെ രണ്ട് സംഖ്യകളുടെ ഇടയിലുള്ള ആളാണ് 5? ശരി, അടുത്തത് നിങ്ങൾക്ക് മൊത്തത്തിൽ 5, 6, 7, 8 ക്ലാസ്സിലെ കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട, എല്ലാവരും പഠിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് എഴുതുന്ന കുട്ടികൾ പഠിച്ചിരിക്കേണ്ട കുറേ ടോപ്പിക്സ് ഞാൻ പറയുകയാണ്. കുറേ ഞാൻ മുമ്പ് അയച്ചു തന്നിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾ ഇതിലുള്ളത് കൊണ്ടാണ്. നിങ്ങളോട് പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങളുടെ പേരൻസ് കൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്കാണ്. ഇതിലേതെങ്കിലും ടോപ്പിക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ എന്നെ പ്രത്യേകം വിളിക്കണം. കാരണം ഞാൻ ഏത് ക്ലാസ്സിലാണെന്ന് നോക്കാതെ തന്നെ, ഇപ്പം ചിലപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞാൻ 5ാം ക്ലാസ്സിൻ്റെ കാര്യം കൊടുക്കാറുണ്ട്. ഏത് ക്ലാസ്സിലെ കുട്ടിയാണെന്ന് നോക്കാറില്ല അവിടെ. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ ആ ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്നെ വിളിച്ചാൽ അത്തരം കുട്ടികളുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് എഴുതാൻ പോകുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് അത് NMS 8ാം ക്ലാസ്സിലായിക്കോട്ടെ, USS 7ാം ക്ലാസ്സിലായിക്കോട്ടെ, LSS ആയിക്കോട്ടെ, ന്യൂമാത്സ് 6ാം ക്ലാസ്സിലെ കുട്ടി ആയിക്കോട്ടെ, അവരൊക്കെ പഠിച്ചിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ് ആണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ഇവിടെ എഴുതണോ? പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ചെറിയ ഷോർട്ടായിട്ട് ഇവിടെ എഴുതാം. വേണമെങ്കിൽ ഞാനത് ടൈപ്പ് ചെയ്ത് ധ്യാനം ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നീട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ശരി, കുറെയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു. ഇവിടെ എഴുതിയിട്ട് കാണുന്നുണ്ടോ ധ്യാന? യെസ്, ഒരു 27 എണ്ണം ഉണ്ട്. ഇവിടെ കാണുന്നുണ്ടോ? യെസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇത് ഏതെങ്കിലും അറിയാത്ത കുട്ടികൾ ഇങ്ങോട്ട് വിളിക്കണേ. ഡിജിറ്റ്സ്, നമ്പേഴ്സ്, മലയാളം വേണ്ട കുട്ടികൾക്ക് പിന്നീട് ഞാൻ മലയാളം പറയാം. നമ്പേഴ്സ് തന്നെ ഒരുപാടുണ്ട്, എല്ലാ നമ്പേഴ്സും പഠിക്കണം. ഫാക്ടേഴ്സ്, ഡിജിറ്റ്സ് തമ്മിൽ അക്കങ്ങളാണ് മലയാളം, അക്കങ്ങൾ. നമ്പേഴ്സ് തമ്മിൽ സംഖ്യകളാണ്.
ഇപ്പൊ 8ാം ക്ലാസ്സിൽ എത്തിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സംഖ്യകളെ പറ്റിയൊന്നും അറിയില്ല, ഫാക്ടറൈസേഷൻ അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത് പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. അവർക്കത് അറിയാതെ നിൽക്കാതെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് NMSന്റെ പരീക്ഷ നടത്തുക. അതുകൊണ്ട് അറിയില്ലാത്ത കുട്ടികളെ പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു സാധനമാണ് പ്രൈം നമ്പേഴ്സ്. ഫാക്ടറൈസേഷൻ പ്രത്യേകിച്ച് പഠിക്കണം. ഘടകക്രിയ നമ്പർ 6 കാണുന്നുണ്ടോ? അവിടെ കുട്ടികൾ കാണുന്നുണ്ടോ? ഇടി നല്ലോണം എടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് ഓഫ് ആക്കും. പ്രത്യേകിച്ച് വേറെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. സ്ക്വയർ നമ്പേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്, അത് ഒരുപാട് പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ് അതുണ്ട്. നമ്പർ 8 ക്യൂബിക് നമ്പേഴ്സ്. ഇത് 8ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ, ഇത് 5ലൊന്നും വേണ്ടിയില്ല, പക്ഷെ പൊതുവായിട്ട് എഴുതി വെച്ചു. നിങ്ങൾക്ക് വേണ്ട ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. പെർസെൻറ്റേജ് എന്തായി? പെർസെൻറ്റേജിന്റെ മലയാളം ആവറേജ്, അതിന്റെ മലയാളം എന്താ? സ്പീഡ് വേസ് എന്താ മലയാളം? വേഗത്തിന്റെ കണക്ക്. ആയിക്കോട്ടെ. ഇനി ഇപ്പൊ 7ാം ക്ലാസ്സിൽ തുടക്കത്തിൽ വരുന്ന ഒരു സാധനമാണ് എഴുതാൻ പോകുന്നത്. അത് നമ്പർ 12 ആണ് ഇവിടെ എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കാണുന്നതാണ്. ലൈൻ ആൻഡ് ആംഗിൾസ്. ലൈൻ ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും. ആൾജിബ്ര അത് 2ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. നമ്പർ 40 റേഷ്യോ. എന്താ റേഷ്യോ എന്ന് പറഞ്ഞാല്? അംശബന്ധം. ഏജ് പ്രോബ്ലം അത് ചോദിക്കാറുണ്ട്, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട്. നമ്പർ 16 ഫ്രാക്ഷൻസ്. എന്താ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാല്? ഭിന്നസംഖ്യ. ഡെസിമൽസ്. എന്താ ഡെസിമൽ എന്ന് പറഞ്ഞാല്? ദശാംശ സംഖ്യ. നമ്പർ 18 പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതെന്താണത്? ലാഭവും നഷ്ടവും ശതമാനത്തിലാണ്. ക്ലോക്ക് ആൻഡ് ആംഗിൾ. കണ്ണാടി അല്ല സോറി ക്ലോക്കും അതുപോലെ കോണുകളും. അത് 6ാം ക്ലാസ്സിലാണ്, അതിപ്പോ 7ാം ക്ലാസ്സിലേക്ക് മാറ്റിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി. ഈ ക്ലോക്ക് ആൻഡ് മിറർ, കണ്ണാടിയിൽ ഉള്ള സംഭവം. ക്ലോക്ക് ആൻഡ് മിറർ, ക്ലോക്കും കണ്ണാടി. നമ്പർ 21 പൈത്തഗോറസ് തിയറം. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പൈത്തഗോറസ് തിയറം. നമ്പർ 22 ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ സമയത്ത്. കാലണ്ടർ. കാലണ്ടറായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാണുന്നത്. അത് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട്, എല്ലാ കുട്ടികൾക്കുണ്ട്. വേറൊരു സാധനം പരീക്ഷത്തിൽ തന്നെ എഴുതിക്കോളൂ. ബോർഡ് മാസ് ഒക്കെ പഠിക്കണം നിങ്ങൾ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. ബ്ലഡ് റിലേഷൻ, രക്തബന്ധം. ഇനി ഈ NMSന്റെ കുട്ടിക്ക് 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് വേറെ മാറ്റിൽ വരുന്ന കുറെ സാധനം വേറെ ഉണ്ട്, അത് പിന്നീട് പറയാം. 26 മണി മേസ്. അത് ഓരോന്നോരോന്ന് വായിച്ചു കൊടുക്കുമോ പിന്നെ ധ്യാനം? Yes, sir. Number 1, digits. 2, numbers, factors, prime numbers, factorization, square numbers, properties of square numbers, cubic numbers, percentage, average, speed math, line and angles, algebra, ratio, age problem, fractions, decimals, profit and loss, clock and angles, clock and mirror,
Pythagoras theorem, calendar, board mass, positive and negative numbers, blood relation, money math. ഈ 8ാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ പറയുന്നു, ഈ 26 ടോപ്പിക്കിൽ നിന്നും ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും സോൾവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് NMMC ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിക്കണം. ഇതിൽ ഏതാനും ചില ടോപ്പിക്കുകൾ, അതിൽ 5 6 ഒഴിച്ച് ബാക്കിയെല്ലാം 7ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കണം. 5ലെയും 6ലെയും കുട്ടികൾ ഇതിൽ ഏകദേശം പകുതിയോളം കാര്യങ്ങൾ പഠിക്കണം. അതൊക്കെ പഠിച്ചാൽ നിങ്ങളുടെ അതാത് വർഷത്തെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഉറപ്പാണ്. അതിലേത് ചോദ്യവും തിരിച്ചും മറിച്ചൊക്കെ വരണം. അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, ഓരോ ടോപ്പിക്കിൻ്റെയും പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ തയ്യാറാവുക. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിലപ്പോൾ USSൻ്റെയോ അല്ലെങ്കിൽ LSSൻ്റെയോ ക്ലാസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ബേസിക് മാത്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ 8ാം ക്ലാസ്സിലെ ഗ്രൂപ്പിലൂടെയും ഇന്ന ക്ലാസ്സിൻ്റെ തന്നെ വിവരം ഞാൻ അറിയിക്കും. പക്ഷേ ഇന്ന് മുതൽ ഇതിൽ നിന്ന് കുറച്ച് കുട്ടികൾ, 7 6ലെ കുട്ടികളൊക്കെ വേറെ, അതിപ്പോൾ കുറഞ്ഞ കുട്ടികളേ ഉള്ളൂ, ബാക്കി 40ഓളം കുട്ടികളുള്ളത് NMMCയുടെ കുട്ടികൾ തന്നെയാണ്. ഇനി നിങ്ങളെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ NMMCയുടെ കുട്ടികൾക്ക് എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മാറ്റാണ്. മാറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ശ്രദ്ധിക്കുക, അത് എഴുതി വെച്ചോളൂ. മാറ്റ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. അതിൽ 90 മാർക്കാണ് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരുന്നത്. അതിൽ നിന്ന് ഒരുപാട് ടോപ്പിക് ഉണ്ട്. അത് ഇതുപോലെ തന്നെ ഏകദേശം 30ഓളം ടോപ്പിക് ഉണ്ട്. അത് നാളെ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ വിവരം വരുന്ന സമയത്ത് അതിലൂടെ ഞാൻ വിവരിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തരികയാണ്. ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിവരിക്കാം. എന്തെങ്കിലും അതിനിടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ വിളിച്ചാൽ മതി, ഏത് അറിയില്ലെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് കണക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ്, ഇപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിക്ക് ചിലപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതായ ഈ പറഞ്ഞിരിക്കുന്ന 6ാം ക്ലാസ്സിലെ ടോപ്പിക്കിൻ്റെ ഫാക്ടേഴ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുക, അതറിയില്ല. ഫാക്ടറൈസേഷൻ അറിയില്ല. ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ അറിയില്ല. 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് ചിലപ്പോൾ പഠിക്കേണ്ടതാണ് സ്ക്വയർ നമ്പേഴ്സ്. ആ സ്ക്വയർ നമ്പേഴ്സ് സ്ക്വയർ റൂട്ട് കാണുന്ന അറിയില്ല. അത്തരം കുട്ടികൾ ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ പ്രത്യേകം വിളിക്കണം. കാരണം അവർക്ക് എന്തായാലും എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതെ ഞാൻ പറഞ്ഞു. യെസ് സർ, ഈ ബോർഡ് മാസിലും പിന്നെ ക്ലോക്ക് ആൻഡ് മിററിലും എനിക്ക് ഡൗട്ട്സ് ഉണ്ട്. സാറിനെ വിളിക്കട്ടെ. എന്താ പേരെന്താ? ധ്യാനം. ബോർഡ് മാസ് നമ്മൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേക ടോപ്പിക് ആയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക ടോപ്പിക് ആയിട്ട് മെന്റൽ എബിലിറ്റിയിലും അത് വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. അത് ഞാൻ എടുക്കുന്നുണ്ട്. പോരെ? ആ സമയത്ത് പോരെ? മനസ്സിലാക്കില്ലേ? വിളിച്ചാൽ മതി. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏറ്റവും പ്രശ്നമുള്ള ഏതൊരു സാധനമാണോ അത് നിങ്ങളവിടെ എഴുതി വെക്കൂ. ഇതിൽ പ്രശ്നമുള്ള ഏതൊരു ചോദ്യത്തെ നിങ്ങളവിടെ എഴുതി വെച്ചോ. ഞാൻ ഇന്നത്തെ ചോദ്യം തരികയാണ്. ഇത് ഞാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഞാൻ അയക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് അറിയില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന കുട്ടികളായിട്ടൊക്കെ ചർച്ച ചെയ്ത് ചെയ്യേണ്ട ഒരു ചോദ്യം ഞാൻ തരാം. ആ ചോദ്യത്തിന്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ആ ചോദ്യം എഴുതിയെടുത്തു. ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ടായിട്ടൊക്കെ കണ്ടുപിടിക്കേണ്ട ചില മെത്തേഡുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ആ വഴിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ചോദ്യം തന്നോട്ടെ. ചോദ്യം ഇതാണ്. ദ സം ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1. The sum of consecutive natural numbers, മലയാളം ഞാൻ പറയാം. Consecutive natural numbers from 121
to 150 is 4065. ചോദ്യം ഉത്തരം തന്നല്ലോ, പിന്നെ എന്താ പഠിക്കാൻ? പക്ഷെ നമ്മളെ ചോദ്യം ഇതല്ല. വാട്ട് ഈസ് ദ സം ഓഫ് consecutive natural numbers from 1021 to 1050. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് 150 മുതൽ 121 മുതൽ 150 വരെയുള്ള ആൻസർ തരികയും പിന്നീട് എന്തിനാണ് ഈ ചോദ്യം 1021 മുതൽ 1050 വരെ ചോദിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. അതിന്റെ ഷോർട്ടാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇത് മാത്രം ചെയ്താൽ പോലെ ഇത് തന്നത് എന്തിനായിരിക്കാം അത് നിങ്ങൾ ആലോചിക്കണം. ഇതിൽ ഓപ്ഷൻസ് ഞാൻ തരാം. ഓപ്ഷൻസ് ആർ, ഇതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കെങ്കിലും? മലയാളം ഞാൻ വായിക്കാം. 121 മുതൽ 150 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക 4065 എങ്കിൽ 1021 മുതൽ 1050 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഇതിലേതാണ്? ധ്യാന ചോദ്യം ഒന്ന് വിശദീകരിച്ചു. ചോദ്യം മാത്രം ഒന്ന് വായിച്ചു കൊടുക്കും. Okay, sir. The sum of consecutive natural numbers from 121 to 150 is 4065. What is the sum of consecutive natural numbers from 1021 to 1050? Options are 4965, 31065, 34065, 40065. ഓക്കെ, ഇതാ വരുന്നു അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. 2 ചോദ്യമേ തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. ഇതിപ്പോൾ വാട്സപ്പ്, ഇത് നമ്മുടെ ഗൂഗിൾ യൂട്യൂബ് ചാനലിൽ വരും. ചാനലിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ അവിടുന്ന് കാണുന്നുണ്ട്. ശരി, n ഈസ് എ നാച്ചുറൽ നമ്പർ. n എന്നത് ഒരു നാച്ചുറൽ നമ്പർ, ഏതുമാകാം. n ഈസ് എ നാച്ചുറൽ നമ്പർ. n ഒരു എണ്ണൽ സംഖ്യയാണ്. n is a natural number. n ഒരു എണ്ണൽ സംഖ്യയാണ്. Which of the following can be always even number? താഴെ കൊടുത്തിരിക്കുന്നതിൽ എപ്പോഴും n ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞു എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് എപ്പോഴും ഇരട്ട സംഖ്യ ആവുന്നത് ഏത് വില അപ്ലൈ ചെയ്താലും ഇരട്ട സംഖ്യ ആണ്. ഓപ്ഷൻ എ n+1. അപ്പോൾ n+1 ശരിയാകുമോ? ഓപ്ഷൻ ബി n+2. എന്നോട് 2 കുട്ടികൾ ശരിയാകുമോ? ഓപ്ഷൻ സി 2n+1. ഓപ്ഷൻ ഡി 2n+2. ആ ചോദ്യം ഒന്ന് വായിച്ചു. N is a natural number. Which of the following can be always even number? Option A n+1, option B n+2, option C 2n+1, option D 2n+2. ഇപ്പൊ n ഒരു നാച്ചുറൽ നമ്പർ ആണ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. നാച്ചുറൽ നമ്പർ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ എപ്പോഴും ഈവൻ നമ്പർ ആകുകയും വേണം. നിങ്ങൾ n 1 കൊടുത്തു, 1 കൂട്ടി 2, അത് റെഡിയായി. പക്ഷെ n 2 കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവൻ നമ്പർ ആവില്ല, ഓഡ് നമ്പർ ആവും. അപ്പോൾ ഓപ്ഷൻ എ അല്ല. പിന്നെ ഏതാണ് നിങ്ങൾ കണ്ടെത്തുക. യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് ഇന്ന് തന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങളൊക്കെ, എന്ത് ചോദ്യം നിങ്ങൾ സംശയം തരികയാണെങ്കിലും
ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിലോ അറിയിച്ചാൽ മതി. ശരി, ആരും എന്താ ചോദിക്കാൻ നോക്കിയല്ലോ, ചോദിച്ചോളൂ. ആരും എന്താ ചോദിക്കാൻ നോക്കിയിട്ടുണ്ട്? ഒരു കുട്ടി ടൈപ്പ് ചെയ്യുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണോ? ഈ സെക്കൻഡ് ഓപ്ഷന് നിങ്ങൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നിന് നിങ്ങൾ 1 കൊടുത്താൽ 1ഉം 2ഉം കൂട്ടിയ 3 കിട്ടുക. നമുക്ക് എപ്പോഴും ഈവൺ നമ്പറിലേ കിട്ടേണ്ടത്. അപ്പൊ സെക്കൻഡ് അല്ല. ശരി, ഇപ്പൊ ടൈപ്പ് ചെയ്യണ്ട, പിന്നീട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറയുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ക്ലാസ്സിൽ കേട്ട കുട്ടികൾക്കും വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്കും ക്ലാസ് തുടങ്ങിയ വിവരം അറിയിക്കുക. കഴിഞ്ഞ NMOCയിലൊക്കെ നല്ല വിജയം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ. ഇനി വേറൊരു പ്രത്യേകത, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വൈകുന്നേരം ആയിരിക്കില്ല, രാവിലെ 5:30 മണിക്കായിരിക്കും. പ്രത്യേകിച്ച് NMOC USSന്റെ കുട്ടികൾക്കെല്ലാം. അപ്പോൾ രാവിലെ 5:30 മണിക്ക് തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുക. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് പങ്കെടുത്ത എല്ലാ കുട്ടികളും, നിങ്ങൾക്ക് കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയിൽ അറിയാം, ഒരുപാട് കുട്ടികൾ ഫോട്ടോ ഒക്കെ അവർ അയച്ചെടുക്കാൻ വിട്ടുപോയതാണ്, അവർ അയച്ചു തരാൻ വിട്ടുപോയതാണ്. എന്നാൽ ഒരുപാട് കുട്ടികൾക്ക് രാവിലെ ഉണർന്ന് നന്നായിട്ട് തയ്യാറായ കുട്ടികൾക്കെല്ലാം NMOC USS സ്കോളർഷിപ്പ് LS സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ സംഭവം കിട്ടില്ല. നിങ്ങളുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സോ എത്ര മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങളാണ് പഠിക്കേണ്ടത്. ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ലേൺ, നോ വൺ ക്യാൻ ടീച്ച് യു. ഇഫ് യു ആർ ഡിറ്റർമിൻഡ് ടു ലേൺ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. അപ്പോൾ നിങ്ങൾ ഡിറ്റർമിൻ ആയിരിക്കുക. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്.